സൂപ്പർമാൻ ബാറ്റ്മാൻ അതുപോലെയാണ് അങ്ങനെയല്ലല്ല. സൂപ്പർമാൻ സൂപ്പർ ഹ്യൂമൻ സിനിമയൊന്നുമല്ല. ഇത് സ്വർണം പൊന്ന് ടൈറ്റിൽ പോലെ തന്നെ പൊന്ന് നമ്മുടെ കയ്യിലിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് കാരണം ഉണ്ടാകുന്ന ഈ ബേസിലിൻ്റെയും സജിൻ്റെ കഥാപാത്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ സ്വർണം കയ്യിൽ വെച്ചിട്ട് എന്തിനാ നാട്ടിൽ അങ്ങനെ അത് നേരെ തിരിച്ചാണ് പറയേണ്ടത്. സ്വർണം കയ്യിൽ വെച്ചിട്ടൊന്നുമല്ല, സ്വർണത്തെക്കാൾ അമൂല്യമുള്ള സ്വന്തം ഒരു പെണ്ണ് സ്വന്തം കൂടെ ഭാര്യയോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അവരെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാണെന്നോ ബാക്കി നമ്മൾ ഗോൾഡ് തേടി നടപ്പും എന്ന് വേണം സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് പറയാം. ആ രീതിയിലാണ് സിനിമ ചെയ്തേക്കുന്നത്. ഇന്ദുബാബുവിൻ്റെ എഴുത്ത് അതേപോലെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുമുണ്ട്. 3 പേരും കട്ടയ്ക്ക് ബേസിൽ, പിന്നെ സജിൻ, ലിജോമോളെ പ്രത്യേകം എടുത്ത് പറയണം. കുറേ നാളുകൾക്ക് ശേഷം ലിജോമോളെ ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിൽ കട്ടയ്ക്ക് 2 പേര് സജിനും. ഒരു സിനിമ തന്നെയാണ് ഈ ഒരു പൊന്മാൻ. അതെ 3 പേരും കട്ടയ്ക്ക് ആരെയൊന്നും കുറച്ച് പറയാൻ പറ്റത്തില്ല. എല്ലാവരും പെർഫോമൻസ് ഗംഭീരം, ആരെയൊന്നും കുറച്ച് പറയാൻ പറ്റില്ല. അതുകൂടെ തന്നെ ഇതുപോലെ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് യൂണിവേഴ്സൽ തീംസ്, അതായത് ഗോൾഡ്, പ്രത്യേകിച്ച് സ്വർണ്ണം ഇപ്പം വില കയറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വലിയൊരു അവയർനെസ് പോലെ ഗോൾഡ് കയ്യിൽ ഉണ്ടായ അമിതമായിട്ട് കയ്യിൽ വെച്ചിരുന്നാലുള്ള ദൂഷ്യഫലങ്ങളും അതൊക്കെ സംസാരിച്ച് പോകുന്നൊരു സിനിമയാണ്. പക്ഷേ എഴുത്ത് നന്നായിട്ട് പക്ക അതേ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് സംവിധായകനെ ഈ അഭിനയിക്കുന്ന ഇവർ തന്നെയാണല്ലോ വന്നിട്ട് ആഡിൽ വന്നിട്ട് സ്വർണ്ണമായി. അതെ അത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ എന്നാണെങ്കിൽ പറയാം. പക്ഷേ അതിന് മറ്റ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കുറിച്ചുള്ള ദൂഷ്യമായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ. അത് നമ്മളെ മനുഷ്യരുടെ പബ്ലിക്കിന് ഒരു അവയർനെസ് ഉള്ള രീതിയിൽ വേണം അങ്ങനെ കാണാം. പക്ഷേ ഈ പടം വെച്ച് സിനിമ വൈസ് നോക്കുവാണെങ്കിൽ ഗംഭീരമാണ്, പറയാതിരിക്കാൻ വയ്യ. തുടർച്ചയായിട്ട് വരുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്റർ. അതെ ഹിറ്റാണ്. നമ്മുടെ ബേസിലുണ്ടെങ്കിൽ ഈ പടം കരുതിയാണ് വരുന്നത്. അതെ അങ്ങനെ വന്നപ്പോൾ ഒരു നിരാശയും തോന്നിയില്ല. നന്നായി ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറേ ഉള്ളൂ പടം. നല്ല ക്രിസ്പാണ്. 2 മണിക്കൂറേ ഉള്ളൂ. ക്രിസ്പാണ് പടം. അങ്ങനെ വലിച്ചിഴക്കലില്ല. പക്ഷേ അവിടെ സിറ്റുവേഷൻ സീൻസിൻ്റെ ആയിട്ടുള്ള ചില ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഇരുത്തുന്നുണ്ട്. സജിൻ ഗോപു എത്രത്തോളം സജിൻ ഗോപു അംബാനെ നമ്മൾ ഇഷ്ടപ്പെട്ടു അത്രത്തോളം ഈ പടത്തിൽ നമ്മൾ ആ പുള്ളിയെ വെറുത്ത അങ്ങ് ഇല്ലാണ്ട് അങ്ങ് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കും. ആ രീതിയിലുള്ള ക്യാരക്ടറാണ് പുള്ളി. അഭിനയത്തിൻ്റെ വിജയമാണ്, പറയാതിരിക്കാൻ വയ്യ. അതാണ് ഞാൻ പറയാം. 3 പേരും കട്ടയ്ക്ക് ഉണ്ട്. സജിനായിക്കോട്ടെ, ബേസിലായിക്കോട്ടെ, ലിജോമോളായിക്കോട്ടെ, 3 പേരും കട്ടയ്ക്കാണ്. സജിനെ എടുത്ത് പറയണം, ലിജോമോളെ പ്രത്യേകം എടുത്ത് പറയണം. ആരും ലിജോമോളെ അങ്ങനെ മിക്ക സംവിധായകരും ഇപ്പം ആ ഒരു ലിജോമോളെ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ കൂടുതൽ ഇനി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നല്ല പൊട്ടൻഷ്യലുള്ള ആക്ട്രസ്സാണ്. ഈ പടത്തിൽ ഭയങ്കര തിരിച്ചു വരാമെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയം. 3 പേരും കട്ടയ്ക്കാണ്. പടം ഗംഭീരം.